നീതു വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പോലീസ് വന്നതും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഹരീഷിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് വന്നിട്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടാക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഇപ്പോൾ ഒരു ഡോസ് കൊടുത്തല്ലേ ഉള്ളൂ, അപ്പോൾ ഇനി ഒരു ഡോസും കൂടി കൊടുക്കണ്ട, ഞാൻ തനിച്ച് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഹരീഷ് വീട്ടിൽ പോയിട്ട് ഏട്ടന്മാരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തെയും പറയുന്നുണ്ട് നീതുവിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കാര്യത്തോടെ ചെയ്തത്, പോലീസിനെ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തില്ലേ, അവളെ ഒരിക്കലും കൈവിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നിധി തന്നെ പറയുന്നുണ്ട് ഞാനും ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ പോലീസിനെ അറിയിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ എനിക്ക് ഇവിടം വരെ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നീതുവിൻ്റെ അച്ഛനെ പോലെ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ നിധിയുടെ അച്ഛൻ, വലിയ ബിസിനസ് അല്ലേ, അതുകൊണ്ട് പോലീസിനെ അറിയിച്ചാലും ഒരു കാര്യം നടക്കാൻ പോകണില്ല, ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനും ജോലിക്ക് പോകാനൊക്കെ സാധിച്ചില്ല, പിന്നെന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നേരം വെളുത്തിട്ട് അച്ഛൻ ഫ്രണ്ടിൽ നഖം വെട്ടാനിരിക്കുമ്പോൾ നിധി പോയി സംസാരിക്കുന്നുണ്ട്. നഖമൊന്നും വെട്ടാൻ പാടില്ല, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ മുതുക്കിളവുകളെ പോലെയാണല്ലോ പറയുന്നത്, ഇപ്പോഴും നൂറ്റാണ്ടിൽ നിന്ന് ബസ്സൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് ബസ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ കയറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു തമാശയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നിധി പറയുന്നുണ്ട് ഭാസ്കറിൻ്റെ അടുത്ത് സുഭാഷ് ചേട്ടന് ഇതുവരെ കല്യാണം നടന്നില്ലല്ലോ, നിങ്ങളൊരു അച്ഛനല്ലേ, ഏതെങ്കിലും ബ്രോക്കറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചൂടെ പെണ്ണ് നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അവൻ ഇത്രയും വലുതായില്ല, അവനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇതുവരെ ആയില്ലല്ലോ, ഞാനാണോ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി പോയിട്ട് സുധീഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും ചൂടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം മാത്രമാണോ വലുത്, ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളെന്താ ഓർക്കാത്തത്, ഒന്നും പെണ്ണ് നോക്കി ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇതിനു മുമ്പൊക്കെ നിങ്ങൾ ഒരുപാട് പെണ്ണ് കാണാനൊക്കെ പോയതല്ലേ, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല, എന്താ നിങ്ങൾ മറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറന്നിട്ടില്ല, ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതാണ്, നമുക്ക് ഒന്നുകൂടി ശ്രമിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് കോളേജിലേക്ക് പോകാനും നിധി ജോലിക്ക് പോകാനും വേണ്ടി ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് നികേഷിനെയും കാത്തിട്ട്. അപ്പോൾ നികേഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നികേഷിനാണെങ്കിൽ ആ കുട്ടിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ നികേഷും നോക്കി ചിരിക്കുന്നുണ്ട്, രണ്ടാളും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നിധി എന്തൊക്കെയോ നികേഷിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും മറുപടി നികേഷ് പറയുന്നുണ്ട്. എന്നിട്ട് നികേഷ് നോക്കുന്നത് കണ്ടപ്പോൾ നിധി പുറകിലേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് ഇവനെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് നികേഷിൻ്റെ അടുത്ത് ഏതാടാ ആ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പെൺകുട്ടി എന്നെ തന്നെ നോക്കുകയാണ് എടുത്ത്, എനിക്കറിയില്ല, എന്തായാലും ഈ നാട്ടിലേ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ ഇപ്പോൾ ഇതിലൊന്നും ഇടപെടണ്ട, നീ ആദ്യം പഠിച്ച് നല്ലൊരു ജോലി നോക്ക്, എന്നിട്ട് മതി നമുക്ക് ഇങ്ങനെ പെണ്ണിനെ സ്നേഹിക്കലും കല്യാണവും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സുധീഷ് നിധിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഹരീഷിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ നുണകൾ ഉണ്ടാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് വെറുതെ അല്ല ഏടത്തി ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് പോണത്, ഇങ്ങനെയൊക്കെ ചതിച്ചിട്ടാണോ കല്യാണം കഴിക്കുക, സ്നേഹം എന്ന് പറയുന്നത് പിടിച്ച് വാങ്ങിക്കാൻ കഴിയില്ല ഒരിക്കലും, അതൊക്കെ തനിയെ തോന്നേണ്ട കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നിനക്കെങ്കിലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ച്, നീയും അങ്ങനെ തന്നെ, എല്ലാവരും സ്വാർത്ഥരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.